സുഹൃത്തുക്കളെ, നിങ്ങളെ വീട്ടിൽ താണ്ടെ ഓർക്കിഡ് താണ്ടെ ഇതേപോലെ നിൽക്കുവാണോ? അങ്ങനെ കളയാൻ വേണ്ടി വരട്ടെ. താണ്ടെ നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന കുറച്ച് പ്ലാന്റുകളൊക്കെ ഞാനത് കാണിച്ചു തരാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് താണ്ടെ ഇതേപോലെ ഓർക്കിഡിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള തൈകൾ നമുക്ക് താണ്ടെ ഇതേപോലെയുള്ള പ്ലാന്റുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാനായിട്ട് എന്തായാലും നിങ്ങൾക്ക് താല്പര്യം കാണും. വീഡിയോ, അതായത് ഓർക്കിഡ് പ്രൊപ്പഗേഷൻ ആണ്. അന്നേരം ചെടികൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് താണ്ടെ ഓർക്കിഡ്, നല്ല ഫ്രഷ് ഓർക്കിഡ്, നമ്മളിപ്പം കട്ട് ചെയ്തെടുത്തേക്കുന്ന നല്ല അടിപൊളി ഓർക്കിഡുകൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാനായിട്ട് എന്തായാലും നിങ്ങളെ മനസ്സിലൊരു ആഗ്രഹം കാണും. ഈ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി പോവാണ്. അന്നേരം വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് അറിയാവുന്നവരായിരിക്കാം, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടാണ്. അന്നേരം ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഓർക്കിഡ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കൂടിങ്ങുമായോ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിസിനസ്സാണ് ഓർക്കിഡ് ബിസിനസ്. അന്നേരം ഓർക്കിഡിൻ്റെ തൈകൾ നമുക്ക് കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, നല്ല വെറൈറ്റി പ്ലാന്റുകൾ നമുക്കിതിനകത്ത് കുറച്ച് പ്ലാന്റ് എടുത്ത് നമുക്ക് റീപ്പോർട്ട് ചെയ്യുന്നതും, അതേപോലെ തന്നെ സിമ്പിളായിട്ട് സ്റ്റാൻഡേർഡ് ഓർക്കിഡ് ഉണ്ടാക്കുന്നതും അതേപോലെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അന്നേരം കൂടിങ്ങുമായോ അടിപൊളിയായിരിക്കും. ഓക്കെ, വീട്ടിലെ ഓർക്കിഡ് താണ്ട് ഇതേപോലെ ഇലയൊന്നും ഇല്ലാതെ താണ്ട് ഈ ഒരു പരുവത്തിലേക്കാണോ കളയാൻ വരട്ടെ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, നിങ്ങൾക്ക് ചിലപ്പം പ്രയോജനപ്പെടുന്ന വീഡിയോ ആയിരിക്കും. അതിന് താണ്ട് നമ്മളിപ്പം താണ്ട് ഇതേപോലെ ഒരു ഓർക്കിഡാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെന്ന് വെച്ചോ. താണ്ട് ഇപ്പം ഉദാഹരണ സഹിതം കാണിച്ചു തരാം. ഞാൻ അടുത്ത് വന്നേ, താണ്ടേ ഇതിനകത്ത് നോക്കി ഒരു തുള്ളി ഇലയുണ്ടോ എന്ന് നോക്കി, ഇല്ല. എന്നിട്ട് നമ്മളിത് കളയത്തില്ല, ജസ്റ്റ് മണ്ടേ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇവിടേക്ക് ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇതാ നമുക്ക് നല്ല ഫ്രഷ് പ്ലാന്റ് താണ്ട് ഇതേപോലെ കിളിയിൽ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതിന് താണ്ട് നമുക്ക് ഇതേപോലെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ഒന്നോട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതാ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കിക്കീസ് എന്ന് പറയും. ഈ പ്ലാന്റിനെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. താണ്ട് ഇതിപ്പോൾ ഒരു പ്ലാന്റ്. അതേപോലെ തന്നെ ഇതാ ഇനി വന്നേ, ഇനി അടുത്തോണ്ടൊന്ന് വന്നേ, താണ്ടേ അടുത്തത് കണ്ട ഇലയൊന്നും ഇല്ലാതെ വൃത്തികേടായിട്ടിരിക്കുന്ന പ്ലാന്റ് ആയിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ ഇല ഇല്ലെന്നും പറഞ്ഞ് കട്ട് ചെയ്ത് കളയും. അങ്ങനെ കളയാൻ വരട്ട് താണ്ടെ അടുത്ത പ്ലാന്റ്, താണ്ടെ രണ്ടാമത്തെ പ്ലാന്റ്, താണ്ടെ അതേപോലെ തന്നെ മൂന്നാമത്തെ ഇതാ ഇവിടെ കണ്ട ഒന്നീ തന്നെയാണ് താണ്ടെ രണ്ട് പ്ലാന്റ് എടുത്തത്, കണ്ടല്ലോ. ഇതേപോലെ അടുത്ത പ്ലാന്റ് ഇതാ കളയാൻ വരട്ടെ ഇതാ അടുത്ത പ്ലാന്റ് ഇതാ ഇത് കണ്ട. തിരിച്ച് നായതിനു ശേഷം കട്ട് ചെയ്താൽ മതി. തീരെ ചെറുതാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. അതേപോലെ തന്നെ ഇതാ ഇത് നോക്കിയേ, ഈ വാങ്ങണ്ട ഇതാ എത്ര തയ്യാന്ന് നോക്കി, ഇതാ ഒരു തയ്യ്, ഇതാ ഒരു തയ്യ്, ഇതാ ഒരു തയ്യ്. അതായത് കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകമിശ്രം എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ചതിന് ശേഷം എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം എടുത്ത് ലയിപ്പിച്ച് എല്ലാ ചെടിയും കോഴി ഒഴിച്ചു കൊടുക്കുക. ഇതാണ്ട് അടുത്തൊരു നല്ല പ്ലാന്റ് നോക്കിയതാ, ഇതാ കണ്ടല്ലേ. ഇതെല്ലാം ഹൈബ്രിഡ് വഴി നമ്മൾ പ്രത്യേകം മാറ്റിയിട്ട് വളർന്ന പ്ലാന്റുകളാണ്. ഇതാണ്ട് അടുത്ത പ്ലാന്റ് ഇതാ ഇതാ. നിങ്ങൾക്ക് നമ്മളെ വീട്ടിൽ ഇതേപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നല്ല നല്ല ക്വാളിറ്റി പ്ലാന്റുകൾ നമ്മളെ വീട്ടിൽ വളരെ, അതായത് താണ്ട് ഈ ഒരു പോർഷനിലായിരിക്കും നിൽക്കുന്നത്. അന്നേരം താണ്ടെ അടുത്ത പ്ലാന്റ് ഇതാ, ഇനി അടുത്ത് വന്നേ, ഇനി അടുത്തോടിഞ്ഞ് വന്നേ, താണ്ടെ അടുത്ത പ്ലാന്റ് ഇതൊന്നും തുറക്കാത്ത താണ്ടെ അടുത്ത പ്ലാന്റ് ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് അതേപോലെ തന്നെ ഇച്ചിരി കരി ഈ ഭാഗത്ത് തേക്കണം. അതിന് ശേഷമായിട്ട് വേണം ഈ പ്ലാന്റ് നമുക്ക് എന്താ പറയുക ഒന്ന് ഉരച്ചു കൊടുക്കണം. തൊണ്ടയില്ല, അതുകൊണ്ടാട്ടോ ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുക. ഉരച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ അടുത്തൊരു പോട്ടിനകത്തോട്ട് പ്ലാന്റ് ചെയ്യാം. വെറും കരിക്കട്ട അതുപോലെ പ്ലാന്റ് വെക്കുന്ന രീതിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഇതാ ഈ ഒരു പോട്ട് എടുത്ത് കണ്ട, ഇതിനകത്തൊന്നുമില്ലേ, ഇതിനകത്തേക്ക് നമ്മളൊരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് കരി ജസ്റ്റ് ഒന്ന് തേക്കുക. ഏതെങ്കിലും ഒരു പ്രതലത്തിൽ നല്ലപോലെ കരി അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ അതിനകത്ത് താണ്ട് ഇതേപോലെ കരി എടുക്കാനായിട്ട് പറ്റും. അത് നന്നായിട്ട് അടിയിലോട്ട് തേച്ച് കൊടുക്കുക. നാച്ചുറലായിട്ടുള്ള എന്താ പറയുക, നാച്ചുറലി ഉള്ള ഒരു എന്താ പറയുക ഫംഗിസൈഡായിട്ടോ അല്ലെങ്കിൽ കാർബൺ കണ്ടൻറ്റൊക്കെ നല്ലതാണ്. അതെന്താണ് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അതിന് ശേഷമായിട്ട് ഒരു പോട്ട് ഇതാണ്ടേ ഇത് പോട്ടിരിക്കട്ടെ, പോട്ടിനകത്തോട്ട് ഇതാണ്ട് കരിയിടുക. കരിയുടെ മേൽഭാഗത്ത് ഇങ്ങനെ പ്ലാന്റ് വയ്ക്കുക. അതിന് ശേഷമായിട്ട് ഇതാണ്ട് ഇതേപോലെ വേണം ഇത് നിറയ്ക്കാനായിട്ട്. അല്ലാതെ വെച്ചിട്ട് മൊത്തം അങ്ങ് കരിക്കട്ടയിട്ട് നിറച്ച് കളയരുത്. അങ്ങനെ നിറച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഷൂട്ടുകൾ ഇതിനകത്ത് വരാനായിട്ട് പ്രയാസമായിരിക്കും. അതിനെന്താണ്ട് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഷൂട്ടുകൾ ഈ സൈഡിൽ കൂടെ വരും. അതിനെന്താണ്ട് ഇങ്ങനെ തന്നെ വേണം പ്ലാന്റ് വെക്കാനായിട്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു കമ്പി എങ്ങനെ എടുത്തിട്ട് ഇതിനകത്തോട്ട് വെച്ചതിന് ശേഷം ഇതിനകത്തോട്ട് ടൈറ്റ് ചെയ്ത് ദാണ്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതിരിക്കുകയും ചെയ്യും. ഓക്കെ, അതിനെന്താ അതേപോലെ നമുക്ക് ഈ പ്ലാന്റുകളെല്ലാം വെക്കാനായിട്ട് സാധിക്കും. കണ്ടേ അടുത്തൊരു പ്ലാന്റാണ്, ഒന്നുകൂടെ വെച്ച് കാണിച്ചു തരാം. കരിക്കട്ട എടുക്കുക, ജസ്റ്റ് ഒരു കരിക്കട്ട എടുക്കുക. ഏതെങ്കിലും പ്രതലത്തിൽ ലേശം ഒന്ന് വെച്ചൊന്ന് തേക്കുക. ഇതേപോലെ എന്താണ്ട് ഇതേപോലെ നല്ല കരി കിട്ടും. കണ്ട, അതിനെ നമുക്കിത് ഇതേപോലെ അങ്ങോട്ട് തേച്ച് കൊടുത്തതിന് ശേഷമായിട്ട് ഇതേപോലെ അങ്ങോട്ട് എടുത്ത് പ്ലാന്റിനെ അങ്ങോട്ട് വെക്കുക. വെച്ചതിന് ശേഷമായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട്, അതായത് പുതിയ മുള വരണം, ഇതിനകത്ത് പുതിയ മുള വരാൻ വേണ്ടിയിട്ടാണ് ഈ കാണിച്ചിരുന്നത്.
ജസ്റ്റ് പുതിയ മുള വരാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വേണം വെക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത മുള വരുന്നത് ഈ ഭാഗത്തു നിന്നായിരിക്കും. ദാണ്ട് കാണിച്ചു തരാം. ഇനി അടുത്ത് വന്നേ. ഇനി വന്നേ, നിങ്ങളെ കാണിച്ചു തരാം ഒന്നുകൂടെ. ഇത് കുറച്ച് തട്ടുവാണേ. വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കുമ്പം ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് അടുത്തോട്ട് നോക്കിയേ. ഞാൻ അടുത്തോട്ട് ഇനി വന്നേ. അടുത്ത മുള വരുന്നുണ്ടോ ഇവിടെ നിന്നാണ്. അന്നേരം ഈ ഭാഗത്ത് കരി കയറി അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ പുതിയ മുള വരും? ചോദിക്കുന്ന ചോദ്യമല്ലേ. ഇങ്ങനെ ഈ ഒരു മുള അവിടെ വെച്ച് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് സൈ പൊട്ടത്തില്ല. നമുക്ക് ബ്രാഞ്ച് സൈഡിൽ നിന്ന് താഴെ നിന്ന് വരണം. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുതിയ ഷൂട്ടുകൾ പൊട്ടി താഴോട്ട് വരണം. അതിന് നമുക്ക് അത് മറയാത്ത രീതിയിൽ പ്ലാന്റ് സേഫായിട്ട് വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അന്നേരം ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ഇനിയും വരുന്നുണ്ട്. ഇപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ആ സാധനം സെറ്റായി. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു പ്ലാന്റ് നമുക്ക് എടുക്കാം. ഏതെടുക്കണം? അതാണ്ട് നല്ലൊരു ഇതേപോലെ തന്നെ അന്നേരം ഇതേപോലെ കളയാൻ വരട്ടെ. സെറ്റ് പ്ലാന്റാണ്. നോക്കിയേ. അടുത്തൊരു ജസ്റ്റ് ഒരു ചെറിയ കരി ഇങ്ങോട്ട് എടുക്കുന്നു. കരി എടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഉരയ്ക്കും. ഇങ്ങോട്ട് കാണിച്ചേ. ഇതേപോലെ അങ്ങോട്ട് തേച്ച് കൊടുക്കുക. അതിന് ശേഷമായിട്ട് ഇങ്ങോട്ട് വന്നേ. ഈ പ്ലാന്റുകൾ ഇതെല്ലാം പ്ലാന്റുകൾ നമ്മൾ തടിയിൽ വെച്ച് പിടിപ്പിച്ചേക്കുന്ന പലതരം ഓർക്കിഡുകളാണ്. ഇതേപോലെ നമുക്കിതാ ഈ ഒരു പോർഷനിൽ വെറും പച്ച നെറ്റാണ് കെട്ടിയെടുത്തേക്കുന്നത്. പച്ച നെറ്റിന് ഇടയിലോട്ട് ഇതേപോലെ കയറ്റി വെച്ചും നമുക്കിതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അയ്യോ, അത് കിട്ടിയില്ല. വേറെ കണ്ടല്ലോ. ഇതേപോലെ അങ്ങോട്ട് വയ്ക്കുക. നല്ലപോലെ വെള്ളം കൊടുക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ഷീഡ് കൊടുക്കുക. അപ്പോൾ മരത്തിൻ്റെ അതായത് നമ്മൾ കുളമ്പി മാവ് താഴെ നിറച്ച് കായ്ച്ചെടുക്കുക. അന്നേരം കുളമ്പി മാവിൻ്റെ താഴെയിലാണ്. ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാന്റ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് വെറും ഇഴക്കയർ മാത്രം ചുറ്റിക്കൊണ്ട് പുതിയ ഷൂട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെ പുതിയ ഷൂട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട്. അതിന് ശേഷമായിട്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് അടുത്ത ബ്രാഞ്ചുകൾ വരാൻ വേണ്ടിയിട്ട് അതായത് ബ്രാഞ്ച് നന്നായി പോകുന്നതാണ്. ഷൂട്ടുകൾ വരാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. അതിന് അതേപോലെ കയറി കടലപ്പിണ്ണാക്ക്, വേപ്പിണ്ണാക്ക്, ചാണക മിശ്രിതം എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ചതിന് ശേഷം മഗ്ഗിന് കോരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇത് പ്രയോജനപ്പെടുന്ന വീഡിയോ ആയിരിക്കും. ഇതേപോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള പ്ലാന്റുകളും കൂടെ കാണാനായിട്ട് നിങ്ങൾക്ക് എന്തായാലും ആഗ്രഹമുണ്ട്. അതിനെ കൂടിങ്ങുമായോ ബാക്കിയുള്ള വെറൈറ്റി പ്ലാന്റുകളും കൂടെ ഒന്ന് കാണാം. ഇതേപോലെയാണ് നമ്മൾ ഓരോ പ്ലാന്റുകളും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പഴയ പൂക്കളെല്ലാം ഇതെല്ലാം പൂക്കൾ വന്ന് പൊഴിഞ്ഞു പോയത്. പുതിയ ഷൂട്ടുകളും വരുന്നുണ്ട്. ഫുള്ള് സെറ്റ് ചെയ്തിട്ടേക്കുക. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? അന്നേരം നമ്മളെ നേഴ്സറിയാണ്, രണ്ടാംകുറ്റിയിലാണ്. കുമാർ നേഴ്സറി, ശാരദ ആഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള നേഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ പ്ലാന്റുകളൊക്കെ കാണാം. അതേപോലെ ഇവിടെ എല്ലാം പ്ലാന്റുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. എല്ലാം അതേപോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. തൈകൾ പൊട്ടിക്കുന്നുണ്ട്. ഇതെല്ലാം തൈകൾ പൊട്ടി വരുന്നതാണ്. ഇതേപോലെ നമുക്ക് പ്രൊപ്പഗേഷൻ രീതി മനസ്സിലാക്കാം. ഓക്കെ.